നമസ്കാരം. പ്രൈം ടൈം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 5 വർഷം പഴക്കമുള്ള നോൽ കാർഡുകൾ ഈ മാസം 31-നുള്ളിൽ പുതുക്കണമെന്ന് ദുബൈ RTA. 2009-ൽ വാങ്ങിയ പഴയ കാർഡുകൾ ഓഗസ്റ്റ് 1 മുതൽ അംഗീകരിക്കില്ല. റമദാൻ മാസത്തിലോ ഇഫ്താർ പാർട്ടിക്കോ പ്രത്യേക ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ദുബൈ മുനിസിപ്പാലിറ്റി. ഇഫ്താർ പാർട്ടികൾക്കുള്ള വസ്ത്രധാരണ രീതി സംഘാടകർക്ക് നിശ്ചയിക്കാം. ഇന്ത്യയിൽ നിന്നുമുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് സൗദി അറേബ്യ പ്രായപരിധി നിശ്ചയിച്ചു. 25 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഹൗസ് മെയ്ഡ് വിസ നൽകൂ എന്ന് തൊഴിൽ മന്ത്രാലയം. തൊഴിലാളികളുടെ നിയമനത്തിന് ഇന്ത്യയിൽ പ്രത്യേക ഓഫീസ് തുടങ്ങും. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച ഐ ഗ്രൂപ്പിന്റെ വിയോജിപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കും. കെ മുരളീധരൻ നാളെ ദില്ലിക്ക്. നിയമസഭാ സ്പീക്കർ ആകുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് KC ജോസഫ്. അടിയന്തിരമായി വെടിനിർത്തണമെന്ന UN നിർദ്ദേശം തള്ളി ഗാസയിൽ ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നു. മരണം 600 കവിഞ്ഞു. ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ സൈനികരെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഇസ്രയേൽ. വാർത്തകളിലേക്ക് വിശദമായി. അഴിമതിക്കാരനായ ജഡ്ജിയെ സർവീസിൽ നിലനിർത്താൻ ഒന്നാം UPA സർക്കാരിന് DMK-യിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വെളിപ്പെടുത്തൽ. DMK MPമാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്ന മുൻ നിയമമന്ത്രി HR ഭരദ്വാജ് പറഞ്ഞത് ശരിയാണെന്ന് മൻമോഹൻ സിംഗ് സമ്മതിച്ചു. ഒന്നാം UPA സർക്കാരിനെ നിലനിർത്താൻ മദ്രാസ് ഹൈക്കോടതിയിലെ അഴിമതിക്കാരനായ ജഡ്ജിയെ ഭരണത്തിലെ ഉന്നതരുടെ ഒത്താശയോടെ മുൻ ചീഫ് ജസ്റ്റിസുമാർ സംരക്ഷിച്ചു എന്ന് പ്രസ് കൗൺസിൽ ചെയർമാൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവാണ് ആദ്യം വെളിപ്പെടുത്തിയത്. സർവീസ് രേഖകളിൽ ജഡ്ജിക്കെതിരെ നിരവധി പരാമർശങ്ങൾ ഉണ്ടായിട്ടും DMK-യുടെ സമ്മർദ്ദത്താൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ജഡ്ജിയെ നിലനിർത്തി എന്നായിരുന്നു ആരോപണം. ഭരണപക്ഷ അംഗങ്ങൾ സഭയിൽ വിഷയം ഉന്നയിച്ചപ്പോഴാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മൻമോഹൻ സിംഗ് എത്തിയത്. അതേസമയം ജഡ്ജിമാരെ കൊളീജിയം നിയമിക്കുന്ന രീതി അവസാനിപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് നിയമമന്ത്രി അറിയിച്ചു. ജുഡീഷ്യൽ കമ്മീഷനെ ഇത് ഏൽപ്പിക്കാനാണ് നീക്കമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം പരിശോധിക്കുന്നത്. ജുഡീഷ്യറി നമ്മുടെ ഭരണ സംവിധാനത്തിൽ എത്രത്തോളം പൂർണ്ണമായും സ്വതന്ത്രമാണ്? ജുഡീഷ്യറി എങ്ങനെ രാഷ്ട്രീയത്താൽ സ്വാധീനിക്കപ്പെടുന്നു? ജുഡീഷ്യറിയെ സ്വാധീനിച്ചുകൊണ്ടാണോ ഒന്നാം UPA സർക്കാർ അധികാരം നിലനിർത്തിയത്? മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നിലനിൽപ്പ് DMK-യുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നുവോ? അതോടൊപ്പം തന്നെ പുതിയ രീതിയിൽ ജഡ്ജിമാരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. ഇത് എത്രത്തോളം ഗുണകരമായിരിക്കും ജുഡീഷ്യറിക്ക്? പ്രൈം ടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു BJP മുൻ സംസ്ഥാന അധ്യക്ഷനും അഭിഭാഷകനുമായ ശ്രീ PS ശ്രീധരൻപിള്ള, ഗോപി കൃഷ്ണൻ ദ പയനീറിന്റെ ദില്ലി ബ്യൂറോ ചീഫ്, അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ. ഇത്രയും പേർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ അഭിഭാഷകനായ ശ്രീ അജി കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP നേതാവ് ശ്രീ രാജീവ് പിള്ള. ഞാൻ ആദ്യമായി ശ്രീ അജി കുര്യാക്കോസിലേക്ക്. അജി കുര്യാക്കോസ്, ഇന്ന് മൻമോഹൻ സിംഗ് മറ്റൊന്നും പറഞ്ഞില്ല. HR ഭരദ്വാജ് പറഞ്ഞത് സത്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പുതിയ കൊളീജിയത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്ത് സമ്മർദ്ദമുണ്ടായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഒന്നാം UPA സർക്കാർ അടിമപ്പെട്ടുപോയി എന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നില്ലേ? 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോഴിവിടെ ഈ സംഭാഷണം നടക്കുന്നത്. കാരണം ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു അദ്ദേഹം വിരമിച്ചതിന് ശേഷം ഇപ്പോൾ പ്രസ് കൗൺസിൽ ചെയർമാനായിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അന്ന് ഇത്തരത്തിലൊരു അപവാദമോ ആക്ഷേപമോ കൊണ്ടുവരാമായിരുന്നുവെങ്കിൽ അത് വിശ്വസനീയമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രധാനമന്ത്രി ന്യൂയോർക്കിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ്
അദ്ദേഹം ചീഫ് ജസ്റ്റിസിനെ ഫോണിൽ വിളിക്കുകയും താൻ ന്യൂയോർക്കിൽ പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി PD ദിനകരനെ നിയമിച്ചില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഈ മന്ത്രിസഭ ഉണ്ടാവില്ല എന്ന് ഫോണിൽ വിളിച്ച് അദ്ദേഹം പറഞ്ഞു എന്നാണ് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു ഇന്ന് ആരോപിച്ചിരിക്കുന്നത്. നമുക്ക് 2-3 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. രാഷ്ട്രീയമല്ല ഇതിൽ പറയുന്നത്. ഒന്ന്, PD ദിനകരനെ താൽക്കാലികമായിട്ട് അന്ന് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിച്ചിരിക്കുകയായിരുന്നു. 2, കൊളീജിയത്തിന് ഇൻഹറൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. അതായത് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിന് വേണ്ടി കൊളീജിയത്തിന് ഇൻഹറൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി PD ദിനകരനെ നിയമിക്കുന്നതിന് വേണ്ടി കൊളീജിയം തീരുമാനിച്ചിരിക്കുകയായിരുന്നു. 3, മൻമോഹൻ സിംഗ് യാത്ര പോകുന്നതിന് മുമ്പ് ലോബിയിൽ വെച്ച്, വിമാനത്താവളത്തിൻ്റെ ലോബിയിൽ വെച്ച് സംസാരിച്ചു എന്ന് പറയുന്ന വിഷയം ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു എങ്ങനെ അറിഞ്ഞു? 4, അങ്ങനെ അറിഞ്ഞു എന്നുണ്ടെങ്കിൽ 10 വർഷം എന്തുകൊണ്ട് അദ്ദേഹം ആരോടും ഇത് വെളിപ്പെടുത്താതിരുന്നു? ഈ 4 വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, അഡ്വക്കേറ്റ് ഗോപാൽ സുബ്രഹ്മണ്യത്തിനെ കൊളീജിയം 2 തവണ ചീഫ് ജസ്റ്റിസായിട്ട് ജഡ്ജിയായിട്ട് നോമിനേറ്റ് ചെയ്ത് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അയക്കുകയും കേന്ദ്രമന്ത്രിസഭ അതിൽ യാതൊരു തീരുമാനവും എടുക്കാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ചയക്കുകയും ചെയ്ത ഒരു സംഭവം ഇപ്പോൾ നടന്നു. അതിനു മുൻപ് അഡ്വക്കേറ്റ് ജനറലായി പണ്ട് ഗുജറാത്തിൽ അമിത്ഷായ്ക്ക് വേണ്ടി വാദിച്ചിരുന്ന വക്കീലിനെ ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു, അതുപോലെ തന്നെ നിയമിക്കുകയും ചെയ്തു. ഈ 2 വിഷയങ്ങൾ നമ്മൾ ചേർന്നുകൊണ്ട് യോജിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കാം. ശരി, അതിലേക്ക് വരാം. ഇനി അതിന്റെ ഉള്ളിലേക്ക് പോകാം. അതിനു മുൻപ് ശ്രീ രാജീവ് പിള്ള, ഈ പറയുന്നത് പോലെ 10 വർഷം മുൻപാണ് സംഭവം നടക്കുന്നത്. അതോടൊപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായും ഈ പറയുന്ന മാർക്കണ്ഡേയ കട്ജു ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഘട്ടത്തിലും അതിനുശേഷവും എല്ലാം ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ മാർക്കണ്ഡേയ കട്ജു ഇങ്ങനെ 10 വർഷത്തിന് ശേഷം ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്, അത് രാഷ്ട്രീയമായി തന്നെ മൻമോഹൻ സിംഗ് സർക്കാർ രാഷ്ട്രീയമായി ഇടപെട്ടു എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും രാഷ്ട്രീയമായി പലതും കട്ജു പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അല്ല, അത് ന്യായത്തിന് വേണ്ടി പറയാം, പക്ഷെ അത് അംഗീകരിക്കാനും പറ്റത്തില്ല. ഒന്ന്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു പെർമനന്റ് ജഡ്ജായിട്ട് ഇദ്ദേഹത്തിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് കൊളീജിയം ഉണ്ടാക്കി വിട്ടതാണ്. ഈ കൊളീജിയത്തിൽ അന്ന് 3 പേരേ ഉള്ളൂ. കാരണം ഒരു ജസ്റ്റിസിനെ, അതായത് സ്റ്റേറ്റിൻ്റെ ഒരു ജസ്റ്റിസിനെ, അല്ല ഹൈക്കോടതി ഒരു ജസ്റ്റിസിനെ ആക്കാനായിട്ട് 3 പേര് ചേർന്നൊരു കൊളീജിയമാണ്. ഈ കൊളീജിയത്തിൽ റിപ്പോർട്ട് നേരെ സുപ്രീം കോടതി ജഡ്ജിൻ്റെ അധീനതയിലുള്ളൊരു, അന്ന് ലോധയാണ്, ലോധയുടെ അണ്ടറിലുള്ള ആ കൊളീജിയത്തിലേക്ക് വരികയും അവരതിനെ നിരാകരിക്കുകയും അത് പിന്നീട് 18 പേര്, തമിഴ്നാട്ടിൽ നിന്നുള്ള 18 പേരടങ്ങുന്ന MP-മാർ, DMK-യുടെ 18 പേരുടെ MP-മാരുടെ പ്രഷറിൻ്റെ പുറത്ത് PMOയുടെ ഓഫീസിൽ നിന്ന് പറയേണ്ടി വന്നു, ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന്. മരിച്ചുപോയി അദ്ദേഹം, എന്നാൽ പോലും ആ കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയായിരുന്നു. ലോധയും ഈ പറയുന്ന KG ബാലകൃഷ്ണനും സബർവാൽ എന്ന് പറയുന്ന ഈ 3 പേരടങ്ങുന്ന പ്രധാനപ്പെട്ട ആ കൊളീജിലെ 3 പേരാണ് തീരുമാനിച്ചത് ഇദ്ദേഹത്തിനെ അംഗീകരിക്കണം എന്ന്. രണ്ടാമത്, ഇതിനകത്ത് BJPക്ക് യാതൊരു ഘടകവുമില്ല. 10 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇദ്ദേഹം ഇത് തുറന്നു പറയാനുണ്ടായ സാഹചര്യവും ഇന്നലെ ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നു. ശ്രീ ജയശങ്കർ, 10 വർഷത്തിന് ശേഷം മാർക്കണ്ഡേയ കട്ജു പറയുന്നു 10 വർഷം മുൻപ് PD ദിനകരനെ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായി വെക്കുമ്പോൾ കുറെ 8 ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അതെല്ലാം നിരാകരിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് ആ ജഡ്ജിയെ ആ സ്ഥാനത്ത് നിലനിർത്തിയതും സ്ഥാനക്കയറ്റം നൽകിയതും എല്ലാം എന്ന്. 10 വർഷം മുൻപ് നടന്ന ഒരു സംഭവം മാർക്കണ്ഡേയ കട്ജു ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിൻ്റെ പൊരുൾ എന്തായിരിക്കും? നിയമത്തിനും നീതിന്യായ വ്യവസ്ഥയും വളരെ അതിൻ്റെ പവിത്രതയിൽ തന്നെ നിലനിൽക്കണമെന്ന സതുദ്ദേശം തന്നെയായിരിക്കുമോ? അല്ല, ഈ നിയമത്തിന്റെയും നീതിപീഠത്തിന്റെയും പവിത്രതയെ കുറിച്ചുള്ള സങ്കല്പം, അത് ഞങ്ങളെപ്പോലെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയാം, അതൊരു സങ്കല്പം മാത്രമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരു ജഡ്ജിയുടെ നിയമനത്തിന് പിന്നിലും ഏതാണ്ട് ഇതുപോലെയുള്ള നാടകങ്ങളും തമാശകളും ഒക്കെ അരങ്ങേറുന്നുണ്ട്. മാർക്കണ്ഡേയ കട്ജു ചൂണ്ടിക്കാണിച്ച ഒരു പ്രത്യേക ജഡ്ജി, അത് PD ദിനകരനല്ല, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ S. അശോക് കുമാർ എന്ന് പറഞ്ഞ ഒരു ജഡ്ജിയാണ്.
അശോക് കുമാർ ഒരു ജില്ലാ ജഡ്ജിയായിരുന്നു. അദ്ദേഹം DMKയുടെ ഒരു നേതാവിന് വഴിവിട്ട രീതിയിൽ ജാമ്യം അനുവദിച്ചതുകൊണ്ടുള്ള പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഉയർത്തിയത് എന്നാണ് മാർക്കണ്ഡേയ കഡ്ജു ആരോപിച്ചിട്ടുള്ളത്. അത് മാർക്കണ്ഡേയ കഡ്ജു ആരോപിച്ചു എന്നുള്ളത് മാറ്റി നിർത്തുക, 10 കൊല്ലം കഴിഞ്ഞു എന്നുള്ളത് മാറ്റി നിർത്തുക, സംഗതി സത്യമാകാനേ തരമുള്ളൂ. കാരണം ഈ മദ്രാസ് ഹൈക്കോടതിയിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് സാമ്പത്തിക അഴിമതി തുടങ്ങിയത്. അത് ഇപ്പോഴൊന്നുമല്ല, 1970-കളിലാണ്. 1975 മുമ്പാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെയാണ് ആദ്യത്തെ അഴിമതിക്കാരനായ ചീഫ് ജസ്റ്റിസ് പ്രത്യക്ഷപ്പെടുന്നത്. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് വരുന്നത് മദ്രാസ് ഹൈക്കോടതിയിലാണ്. അദ്ദേഹത്തിന്റെ പേര് വീരാസ്വാമി എന്നാണ്. ഈ വീരാസ്വാമിയുടെ മകളുടെ ഭർത്താവാണ് പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായിരിക്കുമ്പോൾ ഇംപീച്ച്മെന്റിന് വിധേയനായ ജസ്റ്റിസ് രാമസ്വാമി. സുപ്രീം കോടതിയിൽ ഇരുന്ന് കൈക്കൂലി മേടിച്ച ആദ്യത്തെ ജഡ്ജിയും തമിഴ്നാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചാണ് പിന്നീട് നമ്മുടെ കണ്ണൂർ MP ആയിട്ടുള്ള സുധാകരൻ ചൂണ്ടിക്കാണിച്ച് ഇന്ന ജഡ്ജി കാശ് മേടിച്ചു. അതിലൊരു തെറ്റുമില്ല. സുധാകരനാണ് പറഞ്ഞെങ്കിൽ സംഗതി സത്യമാകാനേ തരമുള്ളൂ. കാരണം ഈ ജഡ്ജിയാണ് ആദ്യമായിട്ട് പണം വാങ്ങിയത്. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ DMK-കാരനായ ഒരു ജഡ്ജി തന്നെയായിരുന്നു. DMK-കാരാണ് സത്യത്തിൽ ഈ അഴിമതി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ജുഡീഷ്യറിയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്. അത് വീരാസ്വാമി ആണെങ്കിലും ശരിയാണ്, രാമസ്വാമി ആണെങ്കിലും ശരിയാണ്. രാമസ്വാമി പിന്നീട് DMK-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ശിവകാശി മണ്ഡലത്തിൽ മത്സരിച്ചു, പക്ഷെ തോറ്റുപോയി. അന്ന് വൈഗോയാണ് ജയിച്ചത്. അപ്പൊ ഇങ്ങനെ അഴിമതിയുടെ കൂത്തരങ്ങാണ് മദ്രാസ് ഹൈക്കോടതി. അവിടെ ഒരു ജഡ്ജിയെ നിയമിച്ചാൽ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ കഡ്ജു പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം, പരിചയമില്ലാത്തവർക്ക് അത്ഭുതം തോന്നും. ഞങ്ങളെ പോലുള്ളവർക്ക് ഒരു അത്ഭുതമില്ല, ഇത്രയല്ലേ നടന്നുള്ളൂ എന്ന് ആലോചിക്കുമ്പോഴേ അതിലേ ഉള്ളൂ അത്ഭുതം. കാരണം അത്ര വലിയ തട്ടിപ്പുകളാണ് അവിടെ നടക്കുന്നത്. പിന്നെ ദിനകരന്റെ കാര്യം നമുക്കറിയാം. നമ്മുടെ KG ബാലകൃഷ്ണൻ തന്നെ അഴിമതിക്കാരനായിട്ട് മാറിയത് അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ നിന്നപ്പോൾ ഒരു പൈസയുടെ കൈക്കൂലിയോ അഴിമതിയോ ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. അദ്ദേഹം കുറെ നാൾ മദ്രാസ് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള സംവിധാനം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. പിന്നെ സുപ്രീം കോടതിയിൽ ചെന്നതിന് ശേഷമാണ് അദ്ദേഹം ഇതൊരു വലിയ ഒരു കലയാക്കി മാറ്റിയത്. അപ്പൊ മദ്രാസ് ഹൈക്കോടതിയെ പറ്റി അറിയാവുന്നവർക്ക് ആർക്കും ഇതിലൊരു അനുഭവം തോന്നുന്നില്ല. മാർക്കണ്ഡേയ കഡ്ജു അലഹബാദിൽ നിന്ന് സ്ഥലം മാറി മദ്രാസിൽ പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നിയത്. മറ്റേ സുപ്രീം കോടതിയിലെ മറ്റേ ചീഫ് ജസ്റ്റിസുമാരൊക്കെ എന്തുകൊണ്ട് അഴിമതിക്കാരെ സഹായിക്കുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ അതിശയമായിട്ട് തോന്നി. ശ്രീ ജയശങ്കർ, ഇങ്ങനെ 3 ചീഫ് ജസ്റ്റിസുമാർ സ്വാധീനിക്കപ്പെടുക, ഈ പറയുന്നത് പോലെ തന്നെ അത് KG ബാലകൃഷ്ണൻ ആണെങ്കിലും സബർവാൾ ആണെങ്കിലും അതേപോലെ തന്നെ ലഹോട്ടി ആണെങ്കിലും ഇങ്ങനെ 3 ചീഫ് ജസ്റ്റിസുമാർ സ്വാധീനിക്കപ്പെടുക, അതോടൊപ്പം തന്നെ സുപ്രീം കോടതി കൊളീജിയം സ്വാധീനിക്കപ്പെടുക. കൊളീജിയം എന്ന് പറയുന്ന സംവിധാനം അത് രാഷ്ട്രീയ വിമുക്തമല്ല എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. ഏറ്റവും ചുരുങ്ങിയ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കെങ്കിലും ഈ കൊളീജിയം എന്ന് പറയുന്നത് ലോകൈക തട്ടിപ്പാണ്. അതിൽ യാതൊരു സംശയവും. നമ്മളിപ്പോ മാർക്കണ്ഡേയ കഡ്ജിയിലേക്ക് ഒന്ന് പോകണ്ടേ. കേരള ഹൈക്കോടതിയിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ വളരെ ചുരുക്കി പറയാം, ഇതിൽ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി. സാമാന്യം കുപ്രസിദ്ധയായി തീർന്ന ഒരു വനിതാ ജഡ്ജി, അവരൊരു ജില്ലാ ജഡ്ജിയായിട്ട് ഡയറക്ടർ സെലക്ഷനിൽ വന്നതാണ്. കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ജഡ്ജിയായിരുന്നു. വളരെ മോശം പെരുമാറ്റത്തിന് അഭിഭാഷകരുടെയും അതുപോലെ കക്ഷികളുടെയും ഒക്കെ ഇടയിൽ വളരെ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു വളരെ മോശം പെരുമാറ്റമാണ്. അവരെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഉയർത്തുന്ന ഘട്ടം വന്നപ്പോൾ കേരള ഹൈക്കോടതിയിൽ അന്ന് പഞ്ചാബിൽ നിന്ന് വന്ന ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നിന്ന് സ്ഥലം മാറി വന്ന് ഇവിടെ ചീഫ് ജസ്റ്റിസ് ആയ ഒരാളായിരുന്നു കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന് ഇവിടുത്തെ ജഡ്ജിമാരെ പറ്റി പറയത്തക്ക വിവരമൊന്നുമില്ലായിരുന്നു. സ്വാഭാവികമാണല്ലോ, പഞ്ചാബിൽ നിന്ന് വന്ന ആൾക്ക് കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ പെരുമാറ്റത്തെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ അവരുടെ നടപ്പ് രീതികളെ പറ്റിയൊന്നും അറിയാൻ സാധ്യതയില്ല. കേരള ഹൈക്കോടതിയിൽ അപ്പോൾ 3 പേരടങ്ങുന്നതാണ് ഇവിടുത്തെ കൊളീജിയം. സുപ്രീം കോടതിയിൽ 5 പേരടങ്ങുന്നതാണ് കൊളീജിയം. 3 പേരടങ്ങുന്ന കൊളീജിയത്തിൽ തൊട്ടടുത്ത 2 ജഡ്ജിമാർ, അവർ രണ്ടുപേരും കേരളത്തിൽ ജനിച്ച് മലയാളം സംസാരിച്ച് പഠിച്ച് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ ജഡ്ജിമാരായവരാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ജഡ്ജിമാർ ഏകസ്വരത്തിൽ ഈ സ്ത്രീയെ ഒരു കാരണവശാലും ഹൈക്കോടതിയിലേക്ക് ഉയർത്താൻ പാടില്ല എന്ന് ഫയലിൽ മനോഹരമായിട്ട് എഴുതി വെച്ചു. പക്ഷേ ഈ പഞ്ചാബിൽ നിന്ന് വന്ന ചീഫ് ജസ്റ്റിസ് ഈ 2 പേരുടെ അഭിപ്രായം ഓവർ റൂൾ ചെയ്തിട്ട് ഓവർ റൂൾ ചെയ്യാൻ വേണ്ടി ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 1-1 2 ആകുമ്പോൾ 2 ആണല്ലോ ഭൂരിപക്ഷം. അദ്ദേഹം 5 അംഗങ്ങളുള്ള ഒരു കൊളീജിയം രൂപീകരിച്ചു, എക്സ്റ്റൻഡഡ് കൊളീജിയം. അതിൽ പറഞ്ഞ 4ാമത്തെയും 5ാമത്തെയും ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിന്റെ ആ അഭിപ്രായത്തോട് പിന്തുണ പ്രഖ്യാപിച്ചു. അത് അദ്ദേഹത്തിന് പിന്തുണ കിട്ടുന്ന 2 പേരെ ചേർത്താണ് എക്സ്റ്റൻഡഡ് കൊളീജിയം ഉണ്ടാക്കിയത്. എന്നിട്ട് 2-നെതിരെ 3 പേരുടെ ഭൂരിപക്ഷത്തോടുകൂടി ഇവരുടെ പേര് സുപ്രീം കോടതിയിലേക്ക് അയച്ചു. അതിനുശേഷം സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ഇവരുടെ ഗോഡ് ഫാദർ സുപ്രീം കോടതിയിലാണ് ഇരുന്നിരുന്നത്, ഈ വനിതാ ജഡ്ജി. അവര് അഹങ്കാരം കാണിച്ചിരുന്നത് വെറുതെ അല്ല.
അവർക്ക് വളരെ ശക്തനായ ഒരു പിന്തുണക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ഈ പേര് വളരെ പുല്ലുപോലെ പാസ്സാവുകയും അവർ കേരള ഹൈക്കോടതിയിൽ കുറെ കാലം ജഡ്ജിയായിട്ട് നാട്ടുകാരെ സേവിക്കുകയും അഥവാ ദ്രോഹിക്കുകയും ചെയ്തു. ഇവിടെ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ ഇവർ വളരെയധികം കുപ്രസിദ്ധി തരുന്നു. ആളുടെ പേര് ഞാനിപ്പോ പറയുന്നില്ല. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടായിരിക്കുമോ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ കഡ്ജുവിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ ശ്രീ KG ബാലകൃഷ്ണൻ സില്ലി എന്ന് പറഞ്ഞത്? സില്ലി എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇതൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ആളായതുകൊണ്ടായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള സംഭവങ്ങൾ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ഒരു പുതുമയുമില്ല. ചില ആളുകളെ ജഡ്ജിമാരാക്കുന്നതിൽ ചില പ്രത്യേക മെത്രാന്മാരുടെ പിന്തുണ. ഏത് ജഡ്ജിയെ ഏത് മെത്രാൻ ജഡ്ജിയാക്കി, ഏത് വക്കീലിനെ ഏത് മെത്രാൻ ജഡ്ജിയാക്കി എന്നൊക്കെ ചോദിച്ചാൽ ഹൈക്കോടതി പറയുന്നതിൽ എല്ലാവർക്കും അറിയാം. ഇന്ന ആളെ കരുണാകരൻ ജഡ്ജിയാക്കിയത് ആരെ? അപ്പൊ നമ്മൾ പറയും വർഗീസ് കള്ളിയത്തിന്, അല്ലെങ്കിൽ KP രാധാകൃഷ്ണനെ. മറ്റേ ഡൽഹി മെത്രാനായിരുന്ന ഫീലക്സിനോ ജഡ്ജിയാക്കിയതാരെ? അപ്പൊ നമ്മൾ പറയും ജോൺ മാത്യുവിനെ. ഇങ്ങനെ ഓരോ ജഡ്ജിക്കും ഒരു ഗോഡ് ഫാദർ ഉണ്ടാവും. പഴയ കഥകളാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇങ്ങനെ വരുമ്പോൾ ശ്രീ കഡ്ജുവിന്റെ വെളിപ്പെടുത്തലിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ എന്നാൽ ഈ കൊളീജിയം വേണ്ട, പകരം ജുഡീഷ്യൽ കമ്മീഷൻ ആകട്ടെ എന്നുള്ള നിലയിലാണ് നരേന്ദ്രമോദി സർക്കാർ ആലോചിക്കുന്നത്. ആ രീതിയിൽ വരുമ്പോൾ അത് കുറെ കൂടി സുതാര്യമാകും എന്ന് കരുതാൻ പറ്റുമോ? അതോ ആ ജുഡീഷ്യൽ കമ്മീഷൻ വരുമ്പോഴും ഇതിനേക്കാൾ പൊളിറ്റിസൈസ് ചെയ്യുകയായിരിക്കുമോ അതിലുണ്ടാവുക? അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല സുരേഷ്. കാരണം എന്താ വെച്ചാല് ഈ രണ്ടാമത് ജഡ്ജസ് കേസിനെ തുടർന്നാണ് ഈ ജഡ്ജിമാരെ നിയമിക്കുന്ന സംവിധാനം ജഡ്ജിമാർ തന്നെ ഏറ്റെടുത്തത്. അന്ന് എന്നെ പോലുള്ള ആളുകൾ പോലും വിശ്വസിച്ചത് ഈ നിയമനം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നടത്തുന്നത് കൊണ്ടാണ് ഇത്രയും കൊണ്ടരാത്തവന്മാർ ജഡ്ജിമാരായിട്ട് വരുന്നത്. കരുണാകരന്റെ കിണികൾ ജഡ്ജിമാരായത് അങ്ങനെയാണ്. അല്ലെങ്കിൽ തൃശ്ശൂർ മെത്രാനായിരുന്ന കുണ്ടുകുളത്തിന്റെ നോമിനി ജഡ്ജിയായത് അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചത്. പക്ഷേ ഇത് ജഡ്ജിമാർ തന്നെ ഏറ്റെടുത്തപ്പോൾ സംഗതി കൂടുതൽ മോശമായി. ജഡ്ജിമാരുടെ നിലവാരം കുറഞ്ഞു എന്ന് മാത്രമല്ല 6 വഷളന്മാർ കൂടുതൽ പേർ ജഡ്ജിമാരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയിപ്പോ ജുഡീഷ്യൽ കമ്മീഷൻ വരണമെന്നാണ് ഇപ്പൊ ഞാനൊക്കെ അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ പ്രമേയം പാസ്സായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നരേന്ദ്രമോദി വന്നപ്പോഴല്ല, എത്രയോ കാലമായിട്ട് പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ രീതി മാറ്റണം. കൊളീജിയം എന്ന് പറഞ്ഞത് ഒരു അസംബന്ധമാണ്. സേവ കൊടുത്തക്കാർക്ക് സിൽബന്ധികൾക്ക് ജഡ്ജിമാരാകാനുള്ള സംവിധാനമാണ്. അത് മാറ്റണം. അത് ഈ സംവിധാനത്തിന് അറുതി വരുത്തണം. ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഭയപ്പെടുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ വന്നാൽ പിന്നെ അതിലും വലിയ തട്ടിപ്പുകൾ കൂടുതലായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ജുഡീഷ്യൽ കമ്മീഷനിൽ മെമ്പർ ആവാനായിരിക്കും പിന്നെ ഇടി നടക്കുന്നത്. ഓരോ കമ്മീഷൻ മെമ്പറും അയാളുടെ സിൽബന്ധികളെ അല്ലെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയ താല്പര്യമുള്ളവരെ, സമുദായ താല്പര്യമുള്ളവരെ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തും. അങ്ങനെ വരുമ്പോൾ ഇത് വളരെ മോശമാകാനുള്ള സാധ്യത. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത് അവസാനിപ്പിക്കാം. എന്തെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു മലയാളിയായ ജഡ്ജി കുറച്ചു കാലം ബീഹാറിൽ ചീഫ് ജസ്റ്റിസായിരുന്നു, പാറ്റ്ന ഹൈക്കോടതി. മടങ്ങി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കേരള ഹൈക്കോടതി അത്ര നല്ലതാണ്. ബീഹാറിൽ സവർണ സമുദായക്കാരായ ജഡ്ജിമാരും അവർണ സമുദായക്കാരായ ജഡ്ജിമാരും തമ്മിൽ കണ്ടാൻ വേണ്ടുകയോ വർത്തമാനം പറയുകയോ ചെയ്യില്ല. അത്ര ഭയങ്കര ചേരിപ്പോരും രൂക്ഷമായ ഗ്രൂപ്പുമാണ് അവിടെ നടക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കേരള ഹൈക്കോടതി എത്ര ഭേദമാണ്. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ചർച്ചയിൽ പങ്കെടുത്തതിൽ. ശ്രീ അജി കുര്യാക്കോസ്, ഇത് ഈ പറയുന്നത് പോലെ മാർക്കണ്ഡേയ കഡ്ജു പറഞ്ഞ് വെളിപ്പെടുത്തിയത് അത് ശ്രീ ജയശങ്കർ പറഞ്ഞ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. നിയമത്തിൻ്റെ കണ്ണിൽ ഇതൊക്കെ ശ്രീ KG ബാലകൃഷ്ണൻ പറയുന്നത് പോലെ സില്ലിയാണ്. കാരണം അറിയാവുന്ന അവർക്ക്. മറിച്ച് അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനത്തിലേക്ക് കൂടെ കിടക്കുമ്പോൾ ഈ പറയുന്നത് പോലെ എയർപോർട്ടിലേക്ക് UN ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ എയർപോർട്ടിലുള്ള പ്രധാനമന്ത്രിക്കും ടെലിഫോൺ വന്നു എന്നൊക്കെ അതിനെ അത്രത്തോളം ബിൽഡപ്പ് ചെയ്ത് ആളുകൾ വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് ഈ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിൽ 8 നെഗറ്റീവ് പരാമർശങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. അതുപോലെ തന്നെ നേരിട്ട് ജില്ലാ ജഡ്ജിയായി നിയമിച്ചു, അവിടെ നിന്ന് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് വരുമ്പോഴാണ് മൻമോഹൻ സിംഗിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായി. അന്നത്തെ നിയമമന്ത്രിയാണോ P ചിദംബരമാണോ ഒരു മന്ത്രി അക്കാര്യത്തിൽ ഇടപെട്ടു എന്നൊക്കെ ആളുകൾ വിശ്വസിച്ചു പോകുന്നത്. നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ കേട്ടില്ലല്ലോ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. വളരെ ആ പരാമർശത്തിൽ തന്നെ ജഡ്ജിമാരെല്ലാവരും അഴിമതിക്കാരാണ്. ഒരു കാര്യം മനസ്സിലാക്കൂ സുരേഷ്, ഇന്ത്യയുടെ ജുഡീഷ്യറിയാണ് ലോകത്ത് ഏറ്റവും നല്ല ജുഡീഷ്യറി.
അതിനെ തകർത്താൻ, അതിനെ മോശമാക്കി പറയാനോ അതിനെ താഴ്ത്തിക്കെട്ടാനോ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ ഞാൻ തയ്യാറല്ല. കാരണം ഇന്ത്യൻ ജുഡീഷ്യറിയെ ചുവട് പിടിച്ചുകൊണ്ടാണ് ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ജുഡീഷ്യറിയിൽ ചിലപ്പോൾ ചില ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കറിയാലോ, ഒരു കൊട്ട തക്കാളി എടുത്താൽ അതിനകത്ത് കുറേ കേടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഉള്ളതുപോലെയുള്ള ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ജയശങ്കർ പറഞ്ഞ പോലെ ജഡ്ജിമാർ പൂർണ്ണമായും എന്താ പറയുന്നത്, അഴിമതിക്കാരാണ്, പൂർണ്ണമായും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, എല്ലാവരും പക്ഷപാതപരമായിട്ട് പെരുമാറുന്ന ആളുകളാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 10 വർഷത്തെ പല ജഡ്ജ്മെൻറ്റുകൾ എടുത്താലും അതിൽ തന്നെ 90% ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകളായിരിക്കും വന്നിട്ടുള്ളത്. 2G സ്പെക്ട്രത്തിൻ്റെ കാര്യത്തിലായിരുന്നാൽ DMK ഈ 15 വർഷത്തെ UPA ഗവൺമെൻറ് കാലത്താണ് കനിമൊഴിനെ അറസ്റ്റ് ചെയ്തത്. 15 വർഷത്തെ ഇന്ത്യ ഗവൺമെൻറ് കാലത്താണ് എ രാജ ജയിലിൽ പോയത്. അന്നൊന്നും DMK ഗവൺമെൻറ് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ശരി, ഞാൻ വരൂർ പ്രേക്ഷകരിലേക്ക് പോയതിനു ശേഷം. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. പറയൂ. ഷാലി അബൂബക്കർ, ഷാർജ. മിസ്റ്റർ ഷാലി, പറയൂ താങ്കളുടെ അഭിപ്രായം. ഇതില് എല്ലാം സർവത്ര പുഴുക്കുത്ത് നടക്കുന്ന ഒരു കാലഘട്ടത്താണ്. ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പൊ ഇതൊരു ജനങ്ങളിലേക്ക് ഒരു സംവാദമായിട്ട് എത്തുമ്പോ സാധാരണക്കാരുടെ ഒരു മനുഷ്യനെ അതെങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത് കൂടി ഇതിനെ നമ്മൾ വായിക്കണം. കാരണം ഇതില് ഇപ്പോ സില്ലി എന്നൊക്കെ പറയും KG ബാലകൃഷ്ണൻ, ഇതൊക്കെ അവരവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ, ഡോക്ടർമാരുടെ ഇടയിൽ അവർ സമരം ചെയ്യുന്ന രോഗികളെ വെച്ചിട്ട് ഏത് രീതിയിലാണ് മനുഷ്യര് എല്ലാ തരത്തിലും മനുഷ്യന്റെ ബ്രെയിനിനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചായച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയേതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയുന്നത്. 10 കൊല്ലം മുന്നേ മൻമോഹൻ സിംഗിന്റെ കഞ്ചു പറഞ്ഞിരുന്ന കാര്യം ഇന്നിപ്പോ പറഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാവാനായിരിക്കാം, അല്ലായിരിക്കാം. ഇതൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അപ്പൊ ഇയാൾ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയെന്നുണ്ടെങ്കിൽ അയാൾ വിചാരണ ചെയ്തിട്ട് ഇത് എന്തുകൊണ്ട് അന്ന് വെളിപ്പെടുത്തിയില്ല എന്ന് പറയാനുള്ള സംവിധാനമൊന്നും നമ്മളെ നാട്ടിലില്ല. അപ്പൊ ഇന്ത്യയുടെ ജുഡീഷ്യറിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ജുഡീഷ്യറി എന്നൊക്കെ പറയുന്നത്. അത് ചിലപ്പോ നമ്മളൊരു തമാശക്കൊക്കെ പറയായിരിക്കും, 1000 നിരപരാധികൾ അങ്ങനെ രക്ഷപ്പെട്ട ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ വ്യാജമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ലോകത്തിന് മുന്നിൽ. അതൊക്കെ വെച്ച് നോക്കിയിട്ട് അവര് ദൂരത്തുനിന്ന് ഒരു കാഴ്ചയൊക്കെ നോക്കിയിട്ട് ദൂരത്തുനിന്ന് നോക്കുമ്പോ ഇവിടുത്തെ ജുഡീഷ്യറി സിസ്റ്റം ഭയങ്കര അതാണ് ശാലി അബൂബക്കർ. കാരണം വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ പവിത്രമാണെന്ന് തോന്നും. നമ്മളൊക്കെ കുറച്ചും കൂടെ അടുത്തേക്ക് നിൽക്കുമ്പോൾ അത് അത്രയ്ക്ക് പവിത്രമല്ലാതെ തോന്നും. നേരത്തെ ശ്രീ ജയശങ്കർ പറയുന്നത് പോലെ അവരൊക്കെ വളരെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഒട്ടും പവിത്രമല്ല എന്ന് തോന്നിപ്പോകും. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യം എന്നല്ല, അതിപ്പോ അഡ്വക്കേറ്റ്മാർ മാത്രമൊന്നുമല്ല, ഇപ്പൊ നമ്മളും ഇതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് സുരേഷ്, സാധാരണ ജനങ്ങളെ, സാധാരണ മീഡിയയില് അല്ല, ഇനിയിപ്പോ മറ്റുള്ള എല്ലാരും കുറ്റം പറയുന്നത്, ഇപ്പൊ പത്രവാർത്തയാണെങ്കിലും മീഡിയകളാണെങ്കിലും മറ്റേ എല്ലാം ഈ പണത്തിന് വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള റേറ്റിംഗ്സിനൊക്കെ വേണ്ടി പോവല്ലേ ആളുകള്. അപ്പൊ ആര് ഏത് രീതിയിൽ വിശ്വസിക്കണം എന്നുള്ളതൊന്നും ജനത്തിന് മനസ്സിലായി. ഇതൊക്കെ വേറൊരു രീതിക്ക് മനുഷ്യന്മാരെ എത്തിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് തുടങ്ങുന്നത്. വളരെയധികം നന്ദി ശ്രീ ഷാലി അബൂബക്കർ. ശ്രീ രാജീവ് പിള്ള, വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇതിനെ BJP ഒരു വിഷയമാക്കി കൊണ്ടുവരുന്നു എന്നും കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം BJP കഴിഞ്ഞ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്ന ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു. ഇപ്പോൾ BJP പറയുന്നു ജുഡീഷ്യൽ കമ്മീഷൻ വേണം, ജുഡീഷ്യൽ കമ്മീഷനാണ് ഉചിതം, ജുഡീഷ്യൽ കമ്മീഷനാണ് ജഡ്ജിമാരെ നിയമിക്കാൻ നല്ലതെന്ന്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അംഗത്വം കൂടുതലുണ്ട്, രാഷ്ട്രീയ ബലം ഇപ്പോൾ കൂടുതലുണ്ട്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടല്ലേ ഈ വിഷയത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകി BJP രാഷ്ട്രീയ പ്രചാരണായുധമാക്കുന്നത്? താങ്കൾ തീർച്ചയായിട്ടും തുടങ്ങാം. അംഗത്വ ബലം കൂടുതലില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ഈ അശോക് കുമാർ എന്ന് പറയുന്ന ജഡ്ജിയെ തമിഴ്നാടിൻ്റെ പെർമനന്റ് ജഡ്ജി ആക്കിയിട്ട് ഹൈക്കോടതി ജഡ്ജി ആക്കാൻ വേണ്ടി കോൺഗ്രസിന് ഒരു പ്രഷർ കൊടുത്തത്. രണ്ടാമത് അംഗത്വ ബലം കൂടുതലുകൊണ്ടല്ല BJP ഇതിനെക്കുറിച്ച് പറയുന്നത്. BJP ഇതിനെക്കുറിച്ച് പറഞ്ഞത് നേരത്തെ എതിർത്തതും ഒരൊറ്റ ഘടകത്തിലായിരുന്നു. ഇതിനൊരു ചർച്ച ഉണ്ടായിട്ടില്ല. വെറുതെ പാർലമെന്റിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ആ വെക്കുന്ന കാര്യം അവർക്ക് എങ്ങനെയും അംഗീകരിപ്പിച്ചെടുക്കുക, അതൊരു ചർച്ചയ്ക്ക് വരികയോ ഒരു ഐക്യബദ്ധമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ അതിനൊരു വ്യക്തമായ ഒരു രൂപരേഖ ഉണ്ടാക്കാനോ ഒന്നും കോൺഗ്രസ് ഒന്നും ശ്രമിച്ചിരുന്നില്ല. അത് അന്നും ഇന്നും ഭാരതീയ ജനതാ പാർട്ടി വക്താക്കൾ പറയുന്നതാണ്, അത് ചെയ്തതുമാണ്. ഇപ്പോഴും
ഇന്നലെയാണെന്ന് തോന്നുന്നു ഈ വിഷയം പൊങ്ങി വരുന്നത്. ഈ വിഷയം പൊങ്ങി വന്നതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞത് ഇതിനൊരു ജുഡീഷ്യൽ ഒരു കമ്മിറ്റി വേണം, ജുഡീഷ്യൽ കമ്മിറ്റിക്കകത്ത് ഉൾപ്പെടേണ്ട ആളുകൾ ആരൊക്കെയാണ്, ഇതിനൊക്കെ ചർച്ച വേണം, അതിനുശേഷം മാത്രമേ ഇതിന് തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഗോപികൃഷ്ണൻ, പയനീറിന്റെ ദില്ലി ബ്യൂറോ ചീഫ്. ശ്രീ ഗോപികൃഷ്ണൻ, താങ്കളാണ് രാജയുടെ കാര്യത്തിലാണെങ്കിലും 2G സ്പെക്ട്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും DMK എത്രത്തോളം ഒരു ഭരണ സംവിധാനത്തെ ദുഷിപ്പിക്കുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മാധ്യമ പ്രവർത്തകൻ. ഇപ്പോൾ ശ്രീ മാർക്കണ്ഡേയ കഡ്ജുവിന്റെ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ ആ DMK എന്ന് പറയുന്ന പാർട്ടി അത് ജുഡീഷ്യറിയെ പോലും ദുഷിപ്പിച്ചു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. എങ്ങനെയാണ് കഡ്ജുവിന്റെ വെളിപ്പെടുത്തലിനെ കാണേണ്ടത്? ഒന്ന്, ഇത് DMK മാത്രം കുറ്റപ്പെടുത്താവുന്ന വിഷയമല്ല. ജഡ്ജിമാരെങ്കിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഹൈക്കോടതി ജഡ്ജി ആയാലും സുപ്രീം കോടതി ജഡ്ജി ആയാലും നിയമന കാര്യത്തിൽ അതാത് മുഖ്യമന്ത്രിമാരുടെയും അതാത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രിമാരുമായി കൺസൾട്ട് ചെയ്യും, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന കാര്യത്തിലായിക്കഴിഞ്ഞു. ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിൽ സർക്കാർ സെൻട്രൽ ഗവൺമെന്റുമായും ചീഫ് ജസ്റ്റിസ് കൺസൾട്ട് ചെയ്യുന്നൊക്കെയുള്ള ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ 60 വർഷമായിട്ട് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നിയമന രീതിയിൽ. പക്ഷെ ഇടയ്ക്ക് കോടതിയിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ചില വിധികൾ ഉണ്ടാവുകയും രാഷ്ട്രീയ ഇടപെടലുകൾ ഭയങ്കര ആധിപത്യം വരുന്നത് DMKയുടെ ആയാലും നമ്മുടെ ഏത് സംസ്ഥാനത്തായാലും ഇങ്ങനെയൊക്കെ തന്നെ വരാറുണ്ട്. രാഷ്ട്രീയത്തിൽ കാണുന്ന മാലിന്യങ്ങൾ എന്തായാലും ഇത് ജഡ്ജിമാരായിട്ട് വരുന്ന ആളുകളൊക്കെ താഴത്തെ നിലയിൽ നിന്ന് അഡ്വക്കേറ്റായിട്ടും താഴത്തെ നിലയിൽ നിന്ന് ജഡ്ജിമാർ താഴത്തെ കോടതികളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പൊ ഇത് BJP പറയുന്ന പോലെ ജുഡീഷ്യൽ കമ്മീഷൻ തുടങ്ങി ഇതൊരു റിവോൾവിംഗ് പ്രോസസ് ആണ്. നമ്മുടെ ജഡ്ജിമാരെ എങ്ങനെ നിയമിക്കണം എന്ന കാര്യത്തിൽ നമ്മൾ ഇതുവരെ കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ 60 വർഷമായിട്ട് നമ്മൾ ആ പ്രോസസ് എന്താണെന്ന് നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് ശരിയായിട്ടില്ല. ഇവിടെയൊക്കെ രാജ്യത്തെ ഇന്റഗ്രിറ്റി നമ്മുടെ ഇപ്പം ഇത്രയും വലിയ കാര്യം കാർജുവിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നു. അഭിഷേക് അഭിഷേക് സിംഗിയുടെ ആ ഫെസ്റ്റിവലിൽ കാണുന്ന വനിതാ വക്കീൽ, അവരുടെ പേരും ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്തേക്ക് വരികയും അത് ഹൈക്കോടതിയുടെ കൊളീജിയം അത് അപ്രൂവ് ചെയ്യുകയും, പക്ഷെ ഭാഗ്യത്തിന് അന്നത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന SS കപാടി ഈ സ്ത്രീയുടെ പേര് കണ്ട ഉടൻ തന്നെ മൊത്തം ലിസ്റ്റ് വെട്ടിക്കളയുകയും ചെയ്തതാണ്. ആ കാർജുവിൻ അഭിഷേക് സിംഗിയുടെ ഫെസ്റ്റിവലിക്കകത്ത് ഇത്തരം കാര്യം അവർ തമ്മിൽ സംഭാഷണം നടത്തുന്നുണ്ട്. എന്നാണ് ജഡ്ജിയുടെ അപ്പോയിന്റ്മെന്റ് തുടങ്ങിയതൊക്കെ. ആളുകൾ കൂടുതൽ വീഡിയോകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ്, ഓഡിയോ ആരും ശ്രദ്ധിക്കാതെ പോയി. അതിപ്പോഴും യൂട്യൂബിൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഇപ്പൊ കാർജുവിന്റെ അനവസരത്തിലുള്ളതാണ് എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. എന്തുകൊണ്ട് ഗോപികൃഷ്ണൻ പറയുന്നു ഇത് അനവസരത്തിലാണ് എന്ന് പറയുന്നു? ശ്രീ മാർക്കണ്ഡേയ കഡ്ജുവിന് മറ്റെന്ത് ലക്ഷ്യമാണുള്ളത്? മാർക്കണ്ഡേയ കഡ്ജുവിന്റെ കാലാവധി പ്രസ് കൗൺസിൽ ചെയർമാൻ എന്ന രീതിയിൽ 3 മാസമേ ഉള്ളൂ അവസാനിക്കാറായിട്ട്. അപ്പം അദ്ദേഹത്തിന് ഇനിയും പുതിയ അധികാരമോഹങ്ങൾ, പുതിയ ഭരണ സംവിധാനത്തിലോട്ട് മാറണം. കാർജുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നാക്കിന് ലൈസൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം പല കാര്യങ്ങളിൽ ചിലപ്പോൾ ആളുകളെ സൂചിപ്പിക്കും. പ്രസ് കൗൺസിൽ ചെയർമാൻ ആയിരിക്കെ തീവ്രവാദ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സഞ്ജയ് ദത്തിനെ പരോൾ കൊടുക്കണമെന്നുവരെ അദ്ദേഹം എഴുതിയ ആളാണ്. കാർജുവിനെ പ്രശാന്ത് ഭൂഷണെ പോലുള്ള വക്കീലന്മാരൊക്കെ പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് ജോക്കർ കാർജു എന്നാണ്. ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ അതിനെ ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് എന്ന രീതിയിലും രാഷ്ട്രീയക്കാരനായ രീതിയിലും ഒക്കെ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നുണ്ടോ. പക്ഷെ കാർജുവിനെ പോലുള്ള ആളുകൾ നാട്ടിന് ലൈസൻസ് ഇല്ലാത്ത ക്യാരക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും. ഒന്ന്, ഇത് 2005 കാലഘട്ടത്തിൽ സംഭവിച്ചൊരു വിഷയം. അദ്ദേഹം അന്നുണ്ടായിരുന്നു. 2011 അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോഴും കാർജു ഒന്നും പറഞ്ഞില്ല. കാർജു ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയിൽ രാഷ്ട്രീയ ജുഡീഷ്യറിയിൽ കാണുന്ന വരേണ്യവർഗത്തിന്റെ സിമ്പലാണ് കാർജു. കാർജുവിന്റെ പിതാവും ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യയുടെ നിയമമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു കൈലാസ് നാഥ് കാർജു. അപ്പൊ അദ്ദേഹം ഇത്രയും കാലം കോൺഗ്രസിന്റെ ഒരു ഉപജാപക വൃന്ദത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് കാർജുവിനെ കണ്ടിരുന്നത്. അദ്ദേഹം പ്രസ് കൗൺസിൽ ചെയർമാനായിരിക്കും നരേന്ദ്രമോദിക്കെതിരെ വളരെ മോശമായ ഒരു ഭാഷ ഉപയോഗിച്ച് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മാസ് മർഡറർ എന്നുള്ള ലെവലിൽ വരെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായ സ്ഥിതിക്ക് അദ്ദേഹത്തെ സോപ്പിടാനായിട്ടും അദ്ദേഹം ചുരുങ്ങിറങ്ങിയിരിക്കുകയാണ്. കാർജു അനവസരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സത്യം അത് ഏത് സമയത്തും പറയാവുന്നതാണ്. അദ്ദേഹം അതിനകത്തൊക്കെ സത്യസന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഇന്ത്യയിലെ ജുഡീഷ്യൽ നിയമനത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ള നഗ്ന സത്യം നമ്മൾക്ക്
എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല. ശരി, അതിന്റെ ആ ഒരു നിയമവശം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ, കഡ്ജുവിന്റെ വശം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ, ഇതിന്റെ ഒരു രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെയും മൻമോഹൻ സിംഗിനെയും എല്ലാം നശിപ്പിച്ച വലിയൊരു റോള് DMKക്ക് ഉണ്ടായിരുന്നു എന്നുകൂടെ വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ, അല്ലെ? UPA സർക്കാരിന്റെ ഒന്നാം കാലഘട്ടത്തിൽ DMKയുടെ ശക്തി വളരെ വലുതായിരുന്നു. തമിഴ്നാട്ടിൽ അവർക്ക് മുഴുവൻ ഭൂരിപക്ഷം ഉണ്ടാവുകയും അത് ഇന്ന് നമ്മുടെ HR ഭരദ്വാജ് പറയുന്നതൊക്കെ ശരിയാണ്. HR ഭരദ്വാജിനെ പോലും മാറ്റുവാനുള്ള ശക്തി UPA 2 വരെ അത് അവർക്കുണ്ടായിരുന്നു. DMK അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് നമ്മുടെ KG ബാലകൃഷ്ണന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. KG ബാലകൃഷ്ണന്റെ ബന്ധുക്കളും ഒക്കെ തന്നെ ജഡ്ജിമാരായി അദ്ദേഹം തന്നെ ഇരുന്ന കൊളീജിയത്തിലൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇരിക്കുന്ന ഒരു ജഡ്ജി KG ബാലകൃഷ്ണന്റെ സഹോദരന്റെ അളിയനാണ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്ത കൊളീജിയത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം റിക്യൂസ് ചെയ്തിട്ടില്ല. ജഡ്ജിമാരുടെ നിയമനത്തിൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേൾക്കുന്ന ഒരു വാക്കാണ് അങ്കിൾ ജഡ്ജ് എന്ന് പറയുന്ന പദം. മിക്ക ജഡ്ജിമാരുടെയും നിങ്ങളുടെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അവരുടെ അമ്മാവന്മാരോ അച്ഛന്മാരോ അനന്തരവന്മാരോ അല്ലെ ഭാര്യയുടെ പിതാവോ ഒക്കെ ജഡ്ജിമാരും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതൊരു കൊളീജിയത്തിന്റെ സെലക്ഷൻ അതിനകത്ത് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഭരണത്തിലിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഇതാണ് കറക്റ്റ്. ഇപ്പൊ ഗോപികൃഷ്ണൻ കൃത്യമായി ഈ കൊളീജിയത്തിന്റെ തീരുമാനത്തിലാണെങ്കിലും ജഡ്ജിമാർ ഉയർന്നു വന്ന് ജഡ്ജിമാരായി മാറുന്ന ഒരു ഘട്ടത്തിലേക്കാണെങ്കിലും അതിനൊക്കെ ഈ കാണുന്നത് പോലെ ഒരു ക്വാളിറ്റി എന്നതിനപ്പുറത്തേക്ക് മറ്റ് ചില ചാനലുകൾ അല്ലെങ്കിൽ മറ്റു ചില കോക്കസുകൾ, മറ്റു ചില സ്വാധീനങ്ങൾ, തലതൊട്ടപ്പന്മാർ ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ് വ്യക്തമാവുന്നത്. സുതാര്യമല്ല നമ്മുടെ ജഡ്ജിമാരുടെ നിയമനം. അത് ഇത്രയും വലിയ പോസ്റ്റിൽ എങ്ങനെ ഒരു സെലക്ട് ചെയ്യുമെന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടറിയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ റിവോൾവിംഗ് പ്രോസസ്സാണിത്. നമ്മളിത് അമേരിക്കയിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ നമ്മൾ ഇംഗ്ലണ്ടിലെ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. അവിടുത്തെ പോലെ ജൂറി സിസ്റ്റം നമുക്കില്ല. നമ്മുടെ കൃത്യമായ ജുഡീഷ്യൽ സിസ്റ്റമാണ് നമ്മുടെ നല്ല സിസ്റ്റം തന്നെയാണ്. പക്ഷെ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ എവിടെയും കാണുന്ന പോലെ പുഴുക്കുത്തുകൾ എല്ലാ മേഖലയിലും കാണുന്ന പോലെ ജുഡീഷ്യൽ രംഗത്തും ഉണ്ടാവാറുണ്ട്. വളരെ നന്ദി ഗോപികൃഷ്ണൻ, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതില്ല. ഇതാണ് വളരെ കൃത്യമായി ശ്രീ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ മാർക്കണ്ഡേയ കഡ്ജു എന്തുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ കൊണ്ടുവരുന്നു എന്നുള്ളത് ചോദ്യത്തിന് ഉത്തരമാണ്. BJP പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. BJP വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഒരു പ്രഭാതത്തിൽ കഡ്ജുവിന് ബോധോദയം ഉണ്ടായി ബുദ്ധനെ പോലെ വിളിച്ചു പറഞ്ഞു എന്നാണ്. മറിച്ച് 3 മാസം മാത്രം ശേഷിക്കുന്നു തൻ്റെ പ്രസ് കൗൺസിൽ ചെയർമാൻ എന്നുള്ള സ്ഥാനം കഴിയാൻ. അപ്പോൾ അടുത്തൊരു ലാവണം വേണം. ആ ലാവണത്തിന് വേണ്ടി ഒരു ചൂണ്ടയിടുന്നു. തീർച്ചയായും ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, അഡ്വക്കേറ്റ് ഗോപാൽ സുബ്രഹ്മണ്യത്തിൻ്റെ കൊളീജിയത്തിൻ്റെ റെഫറൻസ് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിക്കണമെന്ന് പറഞ്ഞ് കൊളീജിയം 2 പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അവർ റെഫറൻസ് കൊടുത്തു. ആ 2 പ്രാവശ്യവും അത് ക്യാബിനറ്റ് തള്ളിക്കളയുകയും അദ്ദേഹത്തിന് പകരം വേറൊരാളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഈ ട്രെൻഡിൽ ഇപ്പോൾ കാണുന്നത് ജഡ്ജിമാരുടെ നിയമനത്തിൽ സർക്കാർ ഗവൺമെൻറ് അധികമായി കൈ കടത്തുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വാർത്തയാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു വാർത്ത. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ കൊളീജിയം മാറ്റണം, ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ടുവരണം എന്ന് നിയമവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നു. അത്തരം ഒരു റെഫറൻസ് നടത്തുന്നു. ഒരു കാര്യം അറിയാം, 1970 ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ ഇത് കൊളീജിയം ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ടുവരണമെന്നും അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഏതൊക്കെ തരത്തിലായിരിക്കണം അതിൽ തിരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെ 1970 ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അന്ന് ജനസംഘമായിരുന്നു അന്നുണ്ടായിരുന്നത്. ജനസംഘം അതിനെ ശക്തിയുക്തം എതിർക്കുകയും അതിനുശേഷം പിന്നീട് 1993-ലും 1998-ലും 2 ജഡ്ജ്മെൻ്റ് ഉണ്ടായി. അവിടെയാണ് കൊളീജിയം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 93-ലുള്ള ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് നേരിട്ട് പ്രസിഡൻ്റാണെന്നും പിന്നീട് 98-ൽ പ്രസിഡന്റിനെ മാറ്റി 3+5 അങ്ങനെ 2 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും
കൊളീജിയം കോൺസ്റ്റിറ്റ്യൂട്ട് നിൽക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇപ്പോഴുള്ളത് ഇതിനെ ഉപേക്ഷിച്ച് ഇനിയിപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് മറ്റേ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അതുപോലെ തന്നെ യൂണിയൻ ക്യാബിനറ്റിൽ 2 പേര്, പ്രധാനമന്ത്രിയും പ്രസിഡന്റും നിർദ്ദേശിക്കുന്ന 2 ആളുകൾ, ചീഫ് ജസ്റ്റിസ്, അതുപോലെ 2 ജഡ്ജിമാർ, ഇത്രയും ആളുകൾ ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഇനി പുതിയ ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള സങ്കല്പം. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷനും കൊളീജിയത്തിൽ നിന്നുള്ള നിർദ്ദേശം തിരസ്കരിക്കപ്പെട്ടും ചെയ്ത അവസരത്തിൽ ഇപ്പോൾ മാർക്കൻഡായ കഡ്ജുവിന് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇനി താൻ എന്ത് ചെയ്യണം? ഇതിൽ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ജുഡീഷ്യറിയിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ജസ്റ്റിസുമാരായി വിരമിച്ച ആളുകളെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിയമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ കാര്യം തന്നെ എടുത്ത് അദ്ദേഹത്തിന് ഇപ്പം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കൊടുത്തു. മാർക്കൻഡായ കഡ്ജു അദ്ദേഹത്തിന് പ്രസ് കൗൺസിൽ ചെയർമാൻ കമ്മീഷൻ കൊടുത്തു. ഇപ്പം 3 മാസം മാത്രം ബാക്കിയുള്ളൂ. അദ്ദേഹത്തിന് വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ ശരി ശ്രീ രാജീവ് പിള്ള, ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ മാർക്കണ്ഡേയ കഡ്ജുവിന്റെ കാര്യം വിട്ട് ഈ കൊളീജിയത്തിലേക്ക് വന്നാൽ ഇനിയിപ്പോൾ കൊളീജിയം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ജുഡീഷ്യൽ കമ്മീഷൻ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സീറ്റിന്റെ കാര്യം, പൊളിറ്റിക്കൽ സ്ട്രെങ്ത്തിന്റെ കാര്യം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അന്ന് അത്രയും വലിയ സ്വാധീനം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ജുഡീഷ്യൽ കമ്മീഷൻ വരുമ്പോൾ അതിൽ ഇനി അംഗങ്ങളായി വരാൻ പോകുന്നത് ആരാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ ജഡ്ജിമാരെ നിയമിക്കുന്നതും രാഷ്ട്രീയമായി വളരെ കൃത്യമായി രാഷ്ട്രീയമായിട്ടല്ലേ പിന്നെ വരുന്നത്? ഒരിക്കലും അല്ല. ഇതൊക്കെ ചുമ്മാ ഒരു മുൻവിധിയാണ്. കാരണം നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നതാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് വെറും മുൻവിധികൾ മാത്രമാണ്. കാരണം വ്യക്തമായ ഒരു രൂപരേഖയുണ്ട്, വ്യക്തമായ ഒരു ചിത്രമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ പറയുന്ന സർക്കാരിന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിന്. ഈ സർക്കാർ പണ്ട് നടന്നത് തന്നെ തുടർന്ന് ചെയ്യുമെന്ന് ഒരിക്കലും ചിന്തിക്കുകയും വേണ്ട. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഇന്ന് പാർലമെന്റിൽ പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് പഴയ ക്ലോക്കിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല, പുതിയൊരു പഴയ ക്ലോക്കിലുണ്ടായിരുന്ന പഴയ ഒരു സൂചിയിലേക്ക് തിരിച്ചു പോകേണ്ട, പുതിയൊരു സ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഒരു കൊളീജിയം വേണ്ട. ഈ കൊളീജിയത്തിനകത്തൂടെ രാഷ്ട്രീയമായ പ്രേരണകൾ ഉണ്ടാവും. ആ പ്രേരണകൾക്ക് ഒരാവശ്യവുമില്ല. ഒരു പുതിയൊരു ജുഡീഷ്യൽ കമ്മീഷൻ വേണം. അതിൽ പ്രസിഡന്റ് ഉണ്ടാവണം, പ്രധാനമന്ത്രി ഉണ്ടാവണം, പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണം, ഇവരെല്ലാവരും അംഗീകരിക്കുന്ന 2-3 വേറെ ആളുകളും ഉണ്ടാവും, റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, പിന്നെ സുപ്രീം കോടതിയുടെയും ഓരോ സ്റ്റേറ്റിന്റെയും പ്രതിനിധികളും ഉണ്ടാവും. ഇതിനനുസരിച്ച് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കുമുള്ള ജഡ്ജിമാരെ നോമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇതിലെന്താണ് തെറ്റ്? ഇതല്ലേ നല്ലത്? അല്ലാതെ കുറച്ച് പേര് മാത്രം 5 പേര് ചേരുന്ന ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന് തയ്യാറാക്കുന്ന ഒരു കൊളീജിയവും 3 പേര് ചേർന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അതുകൊണ്ടാണല്ലോ ഈ കൊളീജിയത്തെ അങ്ങനെ വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് കൊളീജിയത്തിന്റെ ശുപാർശകൾ പല തവണ കേന്ദ്ര സർക്കാർ തള്ളുന്നത്. കേന്ദ്ര സർക്കാർ തള്ളിയതിന് പിന്നെ കേന്ദ്ര സർക്കാർ കൊളീജിയം തള്ളിയതിന് പിന്നെന്തിനാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്? അശോക് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്തിനാണ് അംഗീകരിച്ചത്? 8 കേസുകൾ, അതിൽ 4 എണ്ണം ഇന്റലിജൻസ് അപ്രൂവ് ചെയ്ത കേസുകളാണ്, പ്രൂവ് ചെയ്ത് അവർ എഴുതി വെച്ച കേസുകളാണ്. അങ്ങനെ കേസുള്ള ഒരാളിനെ എന്തുകൊണ്ട് അംഗീകരിച്ചു? ഈ പറയുന്ന കഡ്ജു പറഞ്ഞ ഈ കേസിൽ സുബ്രഹ്മണ്യത്തിന്റെ കാര്യത്തിലേക്കാണ് ഞാൻ പറഞ്ഞത്. സുബ്രഹ്മണ്യത്തിന്റെ കേസ് വേറെയാണ്. സുബ്രഹ്മണ്യത്തിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉള്ളതാണ്. ഇത് ആദ്യം തള്ളിയത് BJP സർക്കാരല്ല. നാളെ 100 ദിവസം തയ്ക്കുന്നേ ഉള്ളൂ. ഇതിന് മുന്നേ BJP സർക്കാരിന്റെ മേശപ്പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ UPA സർക്കാർ തള്ളിയതാണ്. അതെന്താണ് സംസാരിക്കാത്തത്? അതിന് മുന്നേ തള്ളിയ കേസ് പിന്നെ BJP സർക്കാരാണ് തള്ളിയെന്ന് പറയുന്നത് തെറ്റായ ഒരു അവലോകനമാണ്. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം ജഡ്ജി സുബ്രഹ്മണ്യത്തിന്റെ കേസ് പറയുന്നത് വ്യക്തമായിട്ടും പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് അറിയേണ്ട കേസാണ്. ഇത് ശ്രീ PS ശ്രീധരൻപിള്ള, അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകൻ, BJPയുടെ മുതിർന്ന നേതാവ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PS ശ്രീധരൻപിള്ള, മാർക്കണ്ഡേയ കഡ്ജുവിന്റെ വെളിപ്പെടുത്തലിന് ഈ DMKയുടെ സ്വാധീനത്താൽ വഴങ്ങി ജഡ്ജിയെ നിലനിർത്തി എന്നുള്ള വെളിപ്പെടുത്തലിനെ വളരെ സില്ലി എന്ന് KG ബാലകൃഷ്ണൻ മുൻ ചീഫ് ജസ്റ്റിസ് വിശേഷിപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള വിശേഷണവും അങ്ങനെയുള്ള ചിന്തയും ജുഡീഷ്യറിയിൽ ഉണ്ടാകുന്നത്? ജസ്റ്റിസ് ബാലകൃഷ്ണൻ എന്ത് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. സില്ലി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്ന കഡ്ജുവിന്റെ വെളിപ്പെടുത്തലിനെ അത്ര കാര്യമായി എടുക്കേണ്ടതില്ല എന്ന്. ഇതൊക്കെ ജുഡീഷ്യറിയിൽ സാധാരണമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അല്ല, കഡ്ജു അദ്ദേഹം ഇത്രയും കാലം ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ വെളിപ്പെടുത്താത്ത വിവരം നമ്മുടെ ജുഡീഷ്യറിയെ സംബന്ധിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വളരെ ആപത്കരമായ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറിയുടെ സുഗമമായ പ്രയാണത്തിനൊക്കെ തടസ്സം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇത് ഇത്രയും കാലം എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല? അദ്ദേഹം ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പം അത്തരം ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യേണ്ടത് ചെയ്യുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യാനുള്ള ആത്മാർത്ഥതയല്ലേ കാട്ടേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നില്ല, പക്ഷെ നെഞ്ചിലേറ്റാനും സാധിക്കില്ല.
അപ്പൊ ഇതിൽ ഇന്ത്യയിലെ 3 ചീഫ് ജസ്റ്റിസുമാർ ഇതിനെല്ലാം അവർ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ രംഗത്തെ സ്വാധീനത്തിനനുസരിച്ച് അവരുടെ അങ്കുലീചലനങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു ജുഡീഷ്യറി, അത് ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയ്ക്കും നിലനിൽപ്പിനും അപകടകരമാണ്. അതേസമയത്ത് ഒരു ഭരണകൂടം ഇത്തരത്തിൽ ഇടപെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തോട്ട് തുടങ്ങിയതാണ്. അത് ശരിയല്ല. സമസ്ത മേഖലകളും തങ്ങളുടെ പിടിയിലാക്കാനുള്ള, അഴിമതിയുടെ ഭാഗമാക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് ഇതുവഴി വെളിപ്പെട്ടിട്ടുള്ളത്. ഇതിൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ജുഡീഷ്യറിയെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയ്ക്ക് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ആലോചനയ്ക്ക്, ചർച്ചയ്ക്ക്, നടപടിക്ക് ഈ കഡ്ജുവിന്റെ വെളിപ്പെടുത്തൽ ഒരു നിമിത്തമാകണം. അതിന് ആണ് ഇനി തുടക്കം കുറിക്കേണ്ടത് എന്ന് തോന്നുന്നില്ലേ? അല്ല, കഡ്ജുവിന്റെ വെളിപ്പെടുത്തലൊന്നും അത്ര വലിയ മഹത്തായ കാര്യമാണെന്ന് ഞാൻ കരുതില്ല. കാരണം എന്താ അറിയോ, ഇത്തരം കാര്യങ്ങളൊക്കെ തെരുവിലേക്ക് ചർച്ചയ്ക്ക് എടുത്തിടുക അല്ല വേണ്ടത്. കാരണം അതിന് ഇപ്പം ഈ ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി ഈ BJP സർക്കാർ വന്ന ശേഷം. ഒന്ന് ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ കാര്യവും, അതുപോലെ തന്നെ മറ്റേ ബാംഗ്ലൂർ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ ചീഫ് ജസ്റ്റിസായിട്ട് ഹരിയാനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളിലും കൺസൾട്ടേഷനുള്ള അവകാശം കൊളീജിയം തീരുമാനിച്ചാൽ അത് കൺസൾട്ടേഷന് വേണ്ടി ഗവൺമെന്റിലേക്ക് അയക്കണമെന്നുള്ള നിർബന്ധമാണല്ലോ. അപ്പം ആലോചിക്കാനുള്ള അവകാശം, അപ്പൊ ആലോചിച്ചാൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഒന്ന്, ഗോപാൽ സുബ്രഹ്മണ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഓഫീസില് 2G സ്പെക്ട്രത്തില് പ്രതിഭാഗം അഭിഭാഷകരെ ആ സമയത്ത് വിളിച്ചു വരുത്തി. അതേ സമയത്ത് 2 ഓഫീസർമാരെയും വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം അവരെ തമ്മിൽ സംസാരിപ്പിക്കാനും ഒക്കെ ശ്രമം നടത്തുകയുണ്ടായി എന്നാണ് ആക്ഷേപം. അപ്പൊ വളരെ ഗൗരവമുള്ള ഒരു ആക്ഷേപമല്ലേ? അപ്പൊ കേന്ദ്ര സർക്കാർ അതൊന്ന് പരിശോധിക്കണം. ഇങ്ങനെ ആക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ പാപമാകുന്നത്, അതെങ്ങനെയാ തെറ്റാകുന്നത്, ഇവിടെ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്തു. അതേസമയത്ത് സെൻട്രൽ ഗവൺമെന്റ് അതിനെപ്പറ്റി ഒന്നും വെളിപ്പെടുത്തിയില്ലല്ലോ. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് അഭിപ്രായം പറഞ്ഞു, മീഡിയകൾ അഭിപ്രായം പറഞ്ഞു, ഗോപാൽ സുബ്രഹ്മണ്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതേപോലെ കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മകൾ ചിത്രയ്ക്ക് വീട് ഒരു പ്ലോട്ട് അലോട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള തർക്കമാണ്. ആ കേസില് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നപ്പം കുറെ ആളുകൾ ഇങ്ങനെ തെറ്റി ചെയ്തു എന്ന് പറഞ്ഞു വന്നപ്പം അത് ഡിസ്പോസ് ചെയ്ത് ഇതേ ജഡ്ജി തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യം അതിന്റെ കൊളീജിയൻ നോട്ടിലുണ്ടായിരുന്നു, അതും കൂടെ പരിശോധിക്കാൻ പറഞ്ഞു. അതിന്റെ പേരില് ഈ 2 സംഭവത്തിന്റെ പേര് BJP സർക്കാരിനായിട്ടാ എന്തൊക്കെയാ ഇവിടെ കാടിളക്കിയത്. അല്ല, ഇതാണ് ശ്രീ PS ശ്രീധരൻപിള്ള. കൊളീജിയത്തിന് പകരം ബദലായി ഇനി നല്ലതെന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷനാണ്. ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ടുവന്നാൽ ഈ കൊളീജിയത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ രാഷ്ട്രീയവൽക്കരണമാണെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളുടെ സ്വാധീനമാണെങ്കിൽ അതുമല്ലെങ്കിൽ മറ്റ് സ്വാധീനങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജുഡീഷ്യർക്ക് കുറച്ചുകൂടെ ഗുണകരമാകുന്ന രീതിയിൽ ഈ ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തിക്കാൻ കഴിയും എന്നാണോ വിലയിരുത്തൽ? അല്ല, അങ്ങനെയാണല്ലോ ബില്ല് അവതരിപ്പിച്ച് രാജ്യസഭ പാസാക്കി, ജനപ്രതിനിധികൾ പാസാക്കിയത് അങ്ങനെയാണ്. ലോകസഭയിൽ അതിനിപ്പോ അവതരിപ്പിക്കാൻ വേണ്ടി പെൻഡിങ് നിൽക്കുകയാണ്. അപ്പൊ അതിൽ ആ സിസ്റ്റത്തിന്റെ മറ്റ് സാധ്യതകളെ പറ്റിയൊക്കെ BJP ഭരണകൂടം നോക്കിയിട്ട് ഗവൺമെന്റിന്റെ ഡോമിനേഷൻ വരാൻ പാടില്ല, കൊളീജിയത്തിന്റെ ജഡ്ജിമാരുടെ പൂർണ്ണമായ സ്വാധീനത്തിന്റെ ആകാൻ പാടില്ല, ജനങ്ങളുടെ ആത്യന്തികമായി ജനങ്ങൾക്ക് വിശ്വാസം ജനിക്കത്തക്കവണ്ണം ജുഡീഷ്യറിയെ ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP സർക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് സാധിക്കും. മറിച്ച് ഇതിനെല്ലാം നിഷേധാത്മകമായിട്ട് നിഷേധിച്ചാൽ വേറെ എന്ത് സിസ്റ്റം കൊണ്ടുവരിക? അല്ല, പക്ഷേ ശ്രീ PS ശ്രീധരൻപിള്ള, കൊളീജിയം കുറച്ചുകൂടെ പ്രത്യക്ഷമായെങ്കിലും രാഷ്ട്രീയമില്ല എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിനുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു സംവിധാനം വരുന്ന സമയത്ത് ജുഡീഷ്യൽ കമ്മീഷൻ വരുമ്പോൾ അത് കുറച്ചുകൂടെ പ്രത്യക്ഷമായി അതിലെ രാഷ്ട്രീയ പ്രതിനിധികൾ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയം തന്നെയാണെന്ന് തോന്നിപ്പോകില്ലേ? രാഷ്ട്രീയം തോന്നില്ലല്ലോ. കാരണം ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി തുടങ്ങിയുള്ള ആളുകളാണ്. പിന്നെ 2 ആള് സ്വതന്ത്രമായിട്ടുള്ള പ്രോമിനന്റ് ആൾക്കാരാണ്. ആ പ്രോമിനന്റ് ആൾക്കാർ എന്നുള്ളത് അടുത്ത കാലത്ത് വന്ന എല്ലാ ബില്ലുകളും ഉണ്ട്. ഇപ്പൊ അഴിമതിക്കെതിരായിട്ട് കൊണ്ടുവന്ന ബില്ലിനകത്ത് പ്രോമിനന്റ് ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതേപോലെ തന്നെ എമിനന്റ് സിറ്റിസൺസ് എന്നുള്ളത് പോലീസ് ആക്ടിലെ പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന സംവിധാനത്തിൽ വരുന്നു. അതിപ്പോ പുതിയ നമ്മുടെ നിയമത്തിലെ സംവിധാനമാണ്. ഇതൊന്നും അല്ലാതെ പിന്നെ എങ്ങനെയാ തീരുമാനം എടുക്കുക? കൊളീജിയം പാടില്ല, ഗവൺമെന്റും പാടില്ല, പിന്നെ ആരാ തീരുമാനം എടുക്കുക? ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഡ്ജു വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതല്ല എങ്കിൽ പോലും എന്തുകൊണ്ട് കഡ്ജു ഇത് വെളിപ്പെടുത്തുന്നു? ഇപ്പോൾ 2005 നടന്ന കാര്യം 10 വർഷത്തിന് ശേഷം ഇദ്ദേഹം വെളിപ്പെടുത്തുന്നതിൻ്റെ ഔചിത്യമെന്ത്, ലക്ഷ്യമെന്ത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി 3 മാസം കൊണ്ട് പൂർത്തിയാകുന്നു എന്ന് മനസ്സിലാകും.
അല്ല, അദ്ദേഹം ഇപ്പൊ BJP സർക്കാർ അയാൾക്ക് അനുകൂലമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പൊ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് എന്തിനാണ് ആ കാര്യത്തില് ഇപ്പൊ ഒരു കൊളീജിയം അയച്ച ഒന്ന് മറ്റൊരു മടക്കാൻ തീരുമാനം? മടക്കാനുള്ള അവകാശമില്ലേ? അവൻ മടക്കുമ്പോ എന്താണ് വീണ്ടും തിരിച്ചയച്ചാൽ പോരെ? ഒരു കറക്ഷൻ വരുത്തണം, പരിശോധിക്കണം കൊളീജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പത്രസമ്മേളനം നടത്തുക. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് നടത്തി, എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തില്ലേ? അപ്പൊ നമ്മുടെ രാജ്യം അങ്ങോട്ട് പോകും. നാളെ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കോൺഫിഡൻഷ്യലായിട്ടിരിക്കേണ്ട കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമ്പോൾ അത് തെറ്റാണ്. പക്ഷെ വെളിപ്പെടുത്തപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപജയത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിലെ കുറ്റവാളി 10 കൊല്ലം ഭരിച്ച UPA സർക്കാരും കോൺഗ്രസ് വന്നു വരുന്നു. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ വരുന്ന അവസരത്തിൽ ജനങ്ങളാണ് വിധികർത്താക്കള്. ആ ജനങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. യെസ്, വളരെയധികം നന്ദി ശ്രീ PS ശ്രീധരൻപിള്ള, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിൽ ഞാനൊരു പ്രേക്ഷകനിലേക്ക്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറയൂ പേര്. എന്റെ പേര് പ്രദീപാണ്, ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുകയാണ്. യെസ്, ശ്രീ പ്രദീപ് പറയൂ. എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട ശ്രീധരൻപിള്ള സാറിനോടും അതേപോലെ തന്നെ BJPയുടെ വക്താവിനോടാണ്. ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറന്നുപോകുന്ന ആൾക്കാരാണ് ഇവർ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം ജുഡീഷ്യറിയെ ഏറ്റവും അധികം സ്വാധീനിച്ചുകൊണ്ട് അതിന്റെ നേട്ടം നേടിയെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഒരാളാണ് മോഡി. ബെസ്റ്റ് ബേക്കറി കേസ് പോലുള്ള പല കേസുകളും തന്നെ ഗുജറാത്തിൽ നീതി ലഭിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് മറ്റുള്ള സ്ഥലത്ത് ബോംബെയിലും മറ്റും നടത്താനുള്ള തീരുമാനങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളതാണ് അവരുടെ രാജ്യം ഭരിക്കുന്ന സമയത്ത്. അതുപോലും മറന്നുകൊണ്ട് ഇന്ന് ജുഡീഷ്യറിയുടെ വലിയ വക്താക്കളായിട്ട് ഇവർ വരുമ്പോൾ വല്ലാത്ത ചിരി വരുന്നു. ഈ രണ്ട് വക്താക്കളും UPAയും വരും ജുഡീഷ്യറിയെ സ്വാധീനിച്ചുകൊണ്ട് സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇവരെ പറ്റി ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല. മറുപടി ജുഡീഷ്യറിയെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ വർഷാവർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസാണ്. ഇതുവരെ തെളിയിക്കാൻ പറ്റുകയോ അവർക്കൊരു അന്വേഷണം നടത്തി അതിനൊരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തമായ ഒരു രേഖയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് ബെസ്റ്റ് ബേക്കറി കേസിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP സർക്കാർ എന്ത് സ്വാധീനിച്ചു എന്ന് പ്രദീപ് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. എനിക്കത് വ്യക്തമായതുമില്ല. ശരി, ഏതായാലും ഗുജറാത്ത് കലാപത്തിന്റെ കേസുകളിൽ സ്വാധീനം നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം. പക്ഷെ ബെസ്റ്റ് ബേക്കറി എങ്ങനെയാണ് അതിനകത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗുജറാത്ത് കലാപത്തിന്റെ കേസിൽ ജുഡീഷ്യറി എങ്ങനെ ബാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടവും തടവും ഇല്ലാതെ അമിക്കസ് ക്യൂറിയെ വിടുന്നു, അല്ലാതെ സ്പെഷ്യൽ ജുഡീഷ്യൽ കമ്മീഷനെ വിടുന്നു, 2-3 തലങ്ങളിൽ അന്വേഷണങ്ങൾ നടക്കുന്നു. ഇതൊന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എത്രയോ വർഷങ്ങളായിട്ട് 10-12 വർഷങ്ങളായിട്ട് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്, അല്ലാതെ പറയാൻ ഒന്നുമില്ല. ശരി, ശ്രീ ഹജി കുര്യാക്കോസ്, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ അത് കുറച്ചുകൂടി കുറ്റമറ്റതാകും എന്ന് ചിന്തിക്കാൻ കഴിയുമോ? നമുക്ക് കുറച്ച് നേരത്തെ സംസാരിച്ച അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറ് അദ്ദേഹം പറഞ്ഞതാണ് ഇതിൽ കറക്റ്റായിട്ടുള്ള കാര്യം. ഒന്ന്, മാർക്കണ്ഡേയ കഡ്ജു പറഞ്ഞത് ഇപ്പോൾ വെളിപ്പെടുത്തിയത്, അത് പറയാതിരിക്കാൻ ഈ ചോദ്യത്തിലേക്ക് ഞാൻ വരാം, ഉത്തരത്തിലേക്ക് ഞാൻ വരാം. മാർക്കണ്ഡേയ കഡ്ജു ഇപ്പോൾ വെളിപ്പെടുത്തിയത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല. അതൊന്ന്. 2, ഈ വെളിപ്പെടുത്തേണ്ട രീതി ഇതല്ല. ഒരു സുപ്രീം കോടതിയിലെ ചില ചീഫ് ജസ്റ്റിസിൻ്റെ കൊളീജിയത്തിനെ കുറിച്ചും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങളെക്കുറിച്ചും അപവാദം പറയുന്ന അല്ലെങ്കിൽ ആക്ഷേപം പറയുന്ന ഒരു വ്യക്തി ഈ സമയം സന്ദർഭവും ഇതല്ല. അത് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി നടത്തേണ്ടതല്ല എന്നുള്ളത് ബഹുമാന്യനായ ശ്രീ PS ശ്രീധരൻപിള്ള തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞു. രണ്ടാമത്തെ വിഷയം, ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ബില്ലിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, അതായത് ജുഡീഷ്യൽ കമ്മീഷൻ, അല്ലാതെ പുതിയൊരു ബില്ലല്ല കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1970 ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള അതേ ബില്ല് തന്നെയാണ് UPA ഗവൺമെന്റ് കൊണ്ടുവന്നത് പാർലമെന്റിൽ. ആ പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ലിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങൾ. അതിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗങ്ങളുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, പ്രൈം മിനിസ്റ്ററുണ്ട്, പ്രസിഡന്റുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കാരണം 3 ജഡ്ജിമാർ അടങ്ങുന്ന കൊളീജിയം, നമുക്ക് 5 ജഡ്ജിമാരുടെ കാര്യം വിടാം, 3 ജഡ്ജിമാരടങ്ങുന്ന ഒരു കൊളീജിയം, ആ കൊളീജിയം എടുക്കുന്ന ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റിലേക്ക് അയക്കുന്നു. 1998 ജഡ്ജ്മെന്റ് പ്രകാരം വിധി പ്രകാരം പ്രസിഡന്റിന് ഈ വിഷയം അതിൽ പ്രത്യേകിച്ച് നടപടിക്രമങ്ങൾ എടുക്കാനുള്ള ഒപ്പിടുക മാത്രമേ ഉള്ളൂ അധികാരമുള്ളൂ. പക്ഷേ ഇപ്പോൾ കൊളീജിയത്തിൽ വരെ കൈകടത്താനായിട്ട് സർക്കാർ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അല്ല, പക്ഷേ അത് പറയുന്നത് ശ്രീധരൻപിള്ള പറയുന്നത് കൊളീജിയത്തിൽ കൈകടത്തുക എന്നുള്ളതല്ല. കൊളീജിയത്തിന്റെ ഒരു ശുപാർശ അതിൽ അപാകത ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മടക്കി അയക്കാം, അതാണ് ചെയ്തത്. ഒരിക്കൽ മടക്കി അയച്ചു, വീണ്ടും കൊളീജിയം ഇതേ വ്യക്തിയെ ശുപാർശ ചെയ്തു. നമ്മൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറ് പറഞ്ഞതിനും കൂടി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അങ്ങനെ അപാകതയുള്ള വ്യക്തികളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടല്ലോ അഡ്വക്കേറ്റ് ജനറലായിട്ട് ഒരാളെ നിയമിച്ചു. ഇപ്പോൾ അടുത്ത് അമിത്ഷായുടെ കേസ് വാദിക്കുന്ന വ്യക്തി,
അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കുന്ന ഏത് മാനദണ്ഡം കൊണ്ടാണ് നിയമിച്ചത്? അപ്പോൾ അപവാദങ്ങൾ സോളിസിറ്റർ ജനറലായിട്ട് നിയമിച്ചത് ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് സോളിസിറ്റർ ജനറലായിട്ട് നിയമിച്ചത്? അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത്? അദ്ദേഹത്തിന് ആകെ കൂടിയുള്ള യോഗ്യത അമിത്ഷായ്ക്ക് വേണ്ടി കേസിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന അഭിഭാഷകൻ എന്നുള്ള യോഗ്യതയുള്ളൂ. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതൊന്നല്ല പ്രശ്നം. 2 പ്രാവശ്യം ഇത് ആദ്യത്തെ പ്രാവശ്യം ശരിയാണ്, ആദ്യത്തെ പ്രാവശ്യം കൊളീജിയം റെഫർ ചെയ്തത് തിരിച്ചയച്ചു. രണ്ടാമതും കൊളീജിയം അതേ പേര് അഡ്വക്കേറ്റ് ഗോപാൽ സുബ്രഹ്മണ്യത്തെ കുറിച്ച് ഈ പറഞ്ഞ ആക്ഷേപങ്ങളൊന്നും ശരിയല്ല. അദ്ദേഹത്തിന്റെ ചേംബറിൽ ഒരു വാദിഭാഗം അല്ല ഒരു പ്രതിക്ക് വേണ്ടി ഹാജരാവുന്ന അഭിഭാഷക വന്നു എന്നുള്ളത് തെറ്റാണോ? അതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് ഗോപാൽ സുബ്രഹ്മണ്യത്തിന് BJP-യോടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ വിരോധത്തെ മുതലെടുത്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ UPA രാജു പിള്ള ഇങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ ശ്രീ അജി കുര്യാക്കോസ് പറയുന്നത് പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ വേണ്ടുന്ന കൊളീജിയത്തെ മാറ്റി നിർത്തുക, പകരം സംവിധാനം വരുന്നു. പകരം സംവിധാനത്തിന് സ്വാഭാവികമായും ഭരണകക്ഷിക്ക് സ്വാധീനമുണ്ടാകും. അപ്പോൾ വരുന്ന ജഡ്ജിമാർക്കും ഭരണകക്ഷികളുടെ സ്വാധീനമുണ്ടാകും. അങ്ങനെയാണ് ഇനിയിപ്പോൾ PS ശ്രീധരൻപിള്ള ഒക്കെ ജഡ്ജി ആയിക്കൂടാ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ വന്നിട്ട് സ്വന്തം കാര്യത്തിലേക്ക് അവസാനം കൊണ്ടുപോകാൻ BJP തിടുക്കം കൂട്ടുന്നത്. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതിന് ഉത്തരം ഞാൻ പറയാം സുരേഷ് ഭായി. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്ന ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ കേസും അശോക് കുമാർ എന്ന് പറയുന്ന കേസും തമ്മിൽ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന കേസുകളാണ്. കൊളീജിയം റെക്കമെൻഡ് ചെയ്തതാണ്, ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു ഈ വ്യക്തിയെ എന്ന് പറഞ്ഞിട്ട് കൊളീജിയം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് സ്ഥിരമായിട്ട് അവർക്ക് ഇതേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഗവൺമെന്റിന് മുന്നിൽ വരികയും ഗവൺമെന്റ് അതിനെ അപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിനൈ ചെയ്യണം. അതിനുശേഷം അത് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ഗവർണർക്കോ ചെല്ലുള്ളൂ. ഇതാണ് വ്യക്തമായിട്ട് നടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇത് ആദ്യമായിട്ട് അശോക് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഡിനൈ ചെയ്യുകയായിരുന്നു ആദ്യം കൊളീജിയം. അത് കൊളീജിയം ഡിനൈ ചെയ്ത ഒരു ലിസ്റ്റിനകത്ത് വന്നാണ് വീണ്ടും പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്നും അംഗീകരിക്കുന്നത് ഇദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരണം, ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുവരികയും ഇദ്ദേഹത്തിനെ അംഗീകരിക്കുകയും ചെയ്യണമെന്ന്. ഇതാണ് ഇന്ന് കഡ്ജു പറഞ്ഞ കേസ്. കഡ്ജുവിനെ അംഗീകരിക്കുന്നതല്ല, കഡ്ജുവിന്റെ ആ വെളിപ്പെടുത്തലിന്റെ സമയത്ത് അംഗീകരിക്കുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ കേസ് ഇതാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത്. രണ്ടാമത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഇന്ത്യയുടെ ഒരു ഭരണഘടന അനുസരിച്ച് 2 ഈക്വൽ പവേഴ്സ് ആണ്, ഒന്ന് ജുഡീഷ്യറിയും 2 എക്സിക്യൂട്ടീവും. ഇത് രണ്ടും തുല്യമായിട്ട് പോയാലേ പറ്റുള്ളൂ. ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇപ്പം വിശ്വാസം ജുഡീഷ്യറിയെ മാത്രമാണ്. രണ്ടും തുല്യമായി പോകുമ്പോൾ തന്നെ രണ്ടും ഒരേ പാർട്ടി ആയി മാറുകയാണ് സംഭവിക്കുന്നത്. ജുഡീഷ്യറിൽ പാർട്ടിയില്ല, ഞാൻ പറഞ്ഞ രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഈ 2 പാരലൽ ലൈൻസിന് 2 തുല്യമായ ഒരു പവേഴ്സ് ഉണ്ട്. ഇതിൽ ജുഡീഷ്യറിയുടെ പവറിലേക്ക് എക്സിക്യൂട്ടീവിന് കയറാനോ എക്സിക്യൂട്ടീവിന്റെ പവറിലേക്ക് ജുഡീഷ്യറിക്ക് കയറാനോ പറ്റില്ല. 2 പേർക്കും വിശകലനം ചെയ്യാം, 2 പേർക്കും നേരിട്ടോ പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ വിശകലനം ചെയ്യാം. ഇത് മാത്രമേ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഒരു പോയിന്റിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം ശക്തമാവും, ഇവിടുത്തെ മറ്റു പ്രശ്നങ്ങളെല്ലാം തീരും. ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്നതാണെങ്കിൽ ഈ കഴിഞ്ഞ 70-കളിൽ വന്നതാണെന്ന് പറയുന്നു. 70-ന് ശേഷം ഈ 40 വർഷത്തിന് ശേഷം എന്തുകൊണ്ട് ഇത് പ്രാവർത്തികമാകാൻ പറ്റിയില്ല? 5 വർഷം BJP ഭരിച്ചുള്ളൂ. ഈ 5 വർഷം BJP ഭരിച്ചുള്ളൂ. അതിനുശേഷം മൊത്തം ഭരിച്ചത് കോൺഗ്രസിന്റെ അധീനതയിലാണ്. അല്ല, പ്രതിപക്ഷത്തിന് നേതൃത്വം മാത്രമല്ലല്ലോ, ഭൂരിപക്ഷം ഇരിക്കുന്നത് കോൺഗ്രസിന്റെ കയ്യിലല്ലേ. എന്തായിരുന്നു? DMK ഇല്ലായിരുന്നു, ഇടതുപക്ഷം ഇല്ലായിരുന്നു, മറ്റ് TMCയും എല്ലാവരും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ പ്രായോഗികമായിട്ട് നടത്തിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയില്ല? അത് ചിന്തിച്ചു നോക്കൂ. അതിന് BJP-യുടെ പേരിലേക്ക് പഴിയേറിയിട്ട് കാര്യമില്ല. പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഒന്ന് വരുന്നു. കാരണം ഈ പറയുന്ന ജഡ്ജിയെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു DMK നേതാവ് പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിക്കുക, ഉച്ചകോടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സർക്കാർ ഇവിടെ ഉണ്ടാകില്ല എന്ന് ഭീഷണിപ്പെടുത്തുക, അതിനൊക്കെ നടന്നു. ഇത് ഒന്നല്ലല്ലോ DMK-യുടെ 3 പ്രധാനപ്പെട്ട കേസുകൾ, എയർടെൽ മാക്സിന്റെ കേസ്, എയർസെൽ മാക്സിന്റെ കേസ്, രണ്ടാമത് 2G സ്പെക്ട്രം. ഈ 2 കേസുകളും എങ്ങനെയാണ് ഇത്രയും നാൾ നീട്ടിക്കൊണ്ടുപോയത്? ഈ 2 കേസുകൾക്കും പിന്നെ അതുപോലെ തന്നെ കോള്, അതിനകത്ത് DMK ഇല്ലെന്ന് നോക്കാം. ഈ കോൾ കൽക്കരിയുടെ ഇടപാട് ഉൾപ്പെടെയുള്ള കേസുകൾക്ക് പ്രത്യേക കമ്മീഷൻ, നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചുപോയ MP-ക്ക് പ്രത്യേക ഒരു പദവി കൊടുത്തുണ്ടാക്കിയ കമ്മീഷൻ വരെ ഉണ്ടാക്കി വെച്ചില്ലേ എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി. അത് പിന്നെയുള്ള കേസ്. KV തോമസ് വന്നു കഴിഞ്ഞ ശേഷം ഉള്ളതാക്കാം. നമുക്ക് വെറുതെ നടക്കാൻ പോകുന്ന ഒരു കേസിനെ അവസാനമായി സമയം തീരാൻ പോവുകയാണ്. ഏതായാലും അവസാനമായി ശ്രീ അജി കുര്യാക്കോസ്, വളരെ കൃത്യമായി നോക്കിയാൽ ജുഡീഷ്യറി രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. സുരേഷ്, ഒറ്റ കാര്യം നമുക്ക് പറയാം. നമ്മുടെ അയൽ രാജ്യങ്ങൾ എടുത്തു നോക്കൂ. നമ്മുടെ അയൽ രാജ്യത്ത് എന്താ നടക്കുന്നത്? സുപ്രീം കോടതിയും ഗവൺമെന്റും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താ? പേരെടുത്ത് ഞാൻ പറയുന്നില്ല രാജ്യങ്ങളെക്കുറിച്ച്. പല രാജ്യങ്ങളിലും കോടതിയും ഭരണവും തമ്മിൽ രണ്ട് ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംഭവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കോടതിയെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തുകയും അതല്ലെങ്കിൽ കോടതിയെ ഗവൺമെന്റിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതുതന്നെയാണ് ഗുജറാത്തിൽ ശ്രീ നരേന്ദ്രമോദി പയറ്റി വിജയിച്ചിട്ടുള്ള തന്ത്രം. അത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ
വളരെ ഭംഗിയായിക്കൊണ്ട് വളരെ താത്വികമായിക്കൊണ്ട് അദ്ദേഹം അതിനൊരു രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവരികയാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇത്തരത്തിലുള്ള നടപടി കൊണ്ട് ജുഡീഷ്യറിക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ രണ്ട് വാക്ക് മറുപടി ശ്രീ രാജു. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്തുകൊണ്ടാണ് അവസാനം ഗുജറാത്തിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള എനിക്ക് മനസ്സിലാവാത്ത കാര്യം. രണ്ടാമത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെ ചിന്താഗതികളോ അല്ലെങ്കിൽ വിശകലനങ്ങളോ ആയിരിക്കാം. പക്ഷേ ഇത് രണ്ടും ഒന്നിച്ചു പോയാൽ മാത്രമേ ഇവിടെ ശക്തമായ ഒരു ഭരണം ഉണ്ടാവുകയുള്ളൂ, ശക്തമായ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവുള്ളൂ. ഭരണഘടന പറയുന്നത് ഇത് രണ്ടിനും ഈക്വൽ പവർ ആണ്. പക്ഷേ ഇത് ചെയ്യേണ്ട ഒരു ഭാഗവുണ്ട്. വളരെയധികം സന്തോഷം. അഴിമതിക്കാരനായ ജഡ്ജിയെ നിലനിർത്താൻ DMK ഒന്നാം UPA സർക്കാരിനെ സ്വാധീനിച്ചിരുന്നു എന്ന മാർക്കണ്ഡേയ കഡ്ജുവിന്റെ വെളിപ്പെടുത്തൽ. ഇതിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ജഡ്ജിമാരെ നിയമിക്കാനുള്ള കൊളീജിയത്തെ അവസാനിപ്പിച്ചുകൊണ്ട് പകരം സംവിധാനം ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള സംവിധാനം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ ഇന്ന് നിയമമന്ത്രി പറഞ്ഞതാണ് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ PS ശ്രീധരൻപിള്ള, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ, അഭിഭാഷകനായ ശ്രീ ജയശങ്കർ, അതോടൊപ്പം തന്നെ ദ പയനീറിന്റെ ദില്ലി ബ്യൂറോ ചീഫ് ശ്രീ ഗോപികൃഷ്ണൻ. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ അഭിഭാഷകൻ ശ്രീ അജി കുര്യാക്കോസ്, ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP നേതാവ് ശ്രീ രാജീവ് പിള്ള, ചർച്ചയിലേക്ക് വിളിച്ച മറ്റു പ്രേക്ഷകർക്കും നന്ദി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.